ഹലോ ഗെയ്സ് ഈ സ്പോർട്സ് ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഫസ്റ്റത്തെ ഇൻഫോ തന്നെ 1M TMG സ്പോർട്സും കണ്ടക്ട് ചെയ്ത 7 ലക്ഷം രൂപ പ്രൈസ് പൂൾ വരുന്നതിന്റെ സെമി ഫൈനൽസിന്റെ ഡേ 2 മത്സരങ്ങൾ ഇന്നലെ അവസാനിച്ചിട്ടുണ്ടായിരുന്നു. ടീം സോള് ആ ഒരു കൺസിസ്റ്റന്റ് പെർഫോമൻസോട് കൂടിയിട്ട് ആ ഒരു പോയിന്റ് ടേബിൾ ടോപ്പിൽ തന്നെ നിൽക്കുന്നുണ്ട്. ഇന്നലെ 29 പോയിന്റ് സ്വന്തമാക്കിക്കൊണ്ട് 98 പോയിന്റ് ആയിട്ട് ആഷ് 1 പൊസിഷനിലാണ് ടീം നിൽക്കുന്നത്. സെക്കൻഡ് നിൽക്കുന്ന ട്രോയ് തമിഴൻസിന് 66 പോയിന്റ് മാത്രമുള്ള ഏകദേശം 32 പോയിന്റിന്റെ ഡിഫറൻസ് ഇപ്പൊ തന്നെ സോളും സെക്കൻഡ് പൊസിഷനും തമ്മിൽ ഉണ്ട്. ആൻഡ് തേർഡ് ഇൻസൈൻ ഈ സ്പോർട്സ് ആണ് നിൽക്കുന്നത്. വേറെ ലെവൽ കംബാക്ക് ആണ് ഇൻസൈൻ ഇന്നലെ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. ലാസ്റ്റ് മാച്ചിൽ 10 ഫിനിഷേഴ്സോട് കൂടിയുള്ള ചിക്കൻ ഡിന്നർ ടീം സ്വന്തമാക്കി. അങ്ങനെ 4 മാച്ചുകളിൽ 54 പോയിന്റ് ആണ് ടീം സ്വന്തമാക്കിയത്. അങ്ങനെ 18ാം സ്ഥാനത്ത് നിന്ന ടീം 3ാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ് 66 പോയിന്റുമായിട്ട്. ഗോളിലേക്ക് 17ാം സ്ഥാനത്താണ് നിൽക്കുന്നത് 32 പോയിന്റുമായിട്ട്. സെമി ഫൈനൽസിന്റെ ലാസ്റ്റ് ഡേ ഇന്നാണ് വരുന്നത്. ടോപ്പ് 16 ടീമുകളാണ് ഗ്രാൻഡ് ഫൈനൽസിലേക്ക് ക്വാളിഫൈ ആകാൻ പോകുന്നത്. ഏതൊക്കെ ടീമുകൾ ക്വാളിഫൈ ആകും, ഏതൊക്കെ ടീമുകൾ പുറത്താവും നമുക്ക് ഇന്ന് അറിയാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അടുത്തൊരു ഇൻഫോ, ISF കണ്ടക്ട് ചെയ്യുന്ന വേൾഡ് ഇ സ്പോർട്സ് ചാമ്പ്യൻഷിപ്പ് റിയാദിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ പബ്ജി മൊബൈലിന് 1 കോടി രൂപയാണ് പ്രൈസ് പൂൾ വരുന്നത്. പബ്ജി മൊബൈലിന്റെ ഡേ 2 മത്സരങ്ങൾ ഇന്നലെ അവസാനിച്ചിട്ടുണ്ടായിരുന്നു. വേൾഡ് ലെവലിലാണ് ഈ ഒരു കോമ്പറ്റീഷൻ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ടോപ്പ് പൊസിഷനിൽ നിൽക്കുന്നത് ടർക്കിയാണ്. ആഷ് 1 ഇപ്പോൾ നിൽക്കുന്നത് 150 പോയിന്റായിട്ട്. ഇന്നലെ 2 ചിക്കനോട് കൂടിയിട്ട് ഒരു അടിപൊളി കംബാക്ക് ആണ് ടീം കാഴ്ചവെച്ചിട്ടുള്ളത്. സെക്കൻഡ് യുക്രൈൻ നിൽക്കുന്നുണ്ട് 133 പോയിന്റായിട്ട്. അപ്പൊ ഇന്നാണ് ഇതിന്റെ ലാസ്റ്റ് ഡേ വരുന്നത്. ഏത് രാജ്യം ഇതിന്റെ ചാമ്പ്യന്മാരാവും നമുക്ക് കണ്ടു തന്നെ അറിയാം. അതിന്റെ അടുത്തൊരു ഇൻഫോ, ഇന്നലെ നടന്ന രണ്ടാമത്തെ തേർഡ് പാർട്ടി ഇവന്റ് വസിഷ്ഠ സ്പോർട്സ് കണ്ടക്ട് ചെയ്ത ഇവന്റിന്റെ ഗ്രാൻഡ് ഫൈനൽസ് ഇന്നലെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കാർണിവൽ ഗെയിമിങ്ങിന്റെ ഒരു ഡോമിനേറ്റിംഗ് പെർഫോമൻസ് ആണ് നമുക്ക് ഗ്രാൻഡ് ഫൈനൽസിൽ കാണാനായിട്ട് സാധിക്കുന്നത്. ലാസ്റ്റ് മാച്ചിൽ 14 ഫിനിഷസോട് കൂടിയുള്ള ചിക്കൻ ഡിന്നർ സ്വന്തമാക്കിക്കൊണ്ട് 59 പോയിന്റ് ആ ഒരു പോയിന്റ് ടേബിൾ ടോപ്പിൽ തന്നെ കാർണിവൽ ഗെയിമിംഗ് നിൽക്കുന്നുണ്ട്. സെക്കൻഡ് വൈൽഡ് ഫാങ്സ് നമ്മുടെ സ്കൗട്ടിന്റെ ടീം നിൽക്കുന്നുണ്ട്. 5ാമത്തെ മാച്ചിൽ 11 ഫിനിഷസോട് കൂടിയുള്ള ചിക്കൻ ഡിന്നർ സ്വന്തമാക്കിക്കൊണ്ട് 53 പോയിന്റുമായിട്ട് 2ാം സ്ഥാനത്താണ് വൈൽഡ് ഫാങ്സ് നിൽക്കുന്നത്. 3ാം സ്ഥാനത്ത് ട്രോയി തമിഴൻസ് നിൽക്കുന്നുണ്ട്. 2 ചിക്കൻ ഡിന്നർ സ്വന്തമാക്കിക്കൊണ്ട് 44 പോയിന്റ് അവരും സ്വന്തമാക്കിയാൽ 13ാം സ്ഥാനത്താണ് സോള് നിൽക്കുന്ന 24 പോയിന്റ് ആയിട്ട്. ഇനിയും ഗ്രാൻഡ് ഫൈനൽസിൽ 2 ദിവസം വരാനിരിക്കുന്നുണ്ട്. ആരായിരിക്കും ആ ഒരു കപ്പ് ഉയർത്തുക നമുക്ക് കണ്ടു തന്നെയാണ്. അപ്പൊ ഈ ഒരു ഇവന്റ് നിങ്ങൾക്ക് വസിഷ്ഠ സ്പോർട്സിന്റെ യൂട്യൂബ് ചാനൽ ഈവനിങ് കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. നിങ്ങളുടെ ഫേവറേറ്റ് ടീമിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതിന്റെ അടുത്തൊരു ഇൻഫോ എന്ന് പറയുന്നത് നമ്മുടെ വസിഷ്ഠ സ്പോർട്സിൽ ഉണ്ടായിരുന്ന ഫിയേഴ്സ് ഇപ്പൊ വസിഷ്ഠ ലെഫ്റ്റ് ചെയ്തു എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. ഒരു ഇൻസ്റ്റാ സ്റ്റോറിയിലൂടെ സ്കൈ സ്പോർട്സിന്റെ ഇവന്റിനും റെഡ് ബുള്ളിന്റെ ഇവന്റിലും ലുക്കിംഗ് ഫോർ ടീം എന്ന് പറഞ്ഞിട്ട് ഫിയേഴ്സ് ഒരു ഇൻസ്റ്റാ സ്റ്റോറി ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പുതിയൊരു ടീം നോക്കുകയാണ്. അപ്പൊ ആൾറെഡി വസിഷ്ഠയിൽ ഉണ്ടായിരുന്ന ഫിയേഴ്സ് ഇപ്പോൾ വസിഷ്ഠയിൽ നിന്ന് ലെഫ്റ്റ് ആവാനാണ് ചാൻസ് ഉള്ളത്. എന്തായാലും നമുക്ക് അതിന്റെ അപ്ഡേറ്റുകൾ ഫ്യൂച്ചറിൽ അറിയാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അതിന്റെ അടുത്തൊരു ഇൻഫോ എന്ന് പറയുന്നത് നമ്മളെ ഡോക്ടർ ഗെയിമിംഗ് കോൾഡെക്സ് എന്ന ടീമിൽ കളിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ റീസെന്റ് ഒരു ലാൻ ഇവന്റിലൊക്കെ ടീം പോയി കളിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഡോക്ടർ ഗെയിമിംഗ് കോൾഡെക്സ് നിന്നും ഇറങ്ങിയിരിക്കുകയാണ്. ഇനി പുതിയ ടീം നോക്കുന്നുണ്ട് എന്നാണ് അറിയാനായിട്ട് സാധിക്കുക. നമുക്ക് നോക്കാം ഡോക്ടർ ഗെയിമിംഗ് ഇനി ഏത് ടീമിലേക്കായിരിക്കും ജോയിൻ ചെയ്യാൻ പോകുന്നതെന്ന്. അതിന്റെ അടുത്തൊരു ഇൻഫോ എന്ന് പറയുന്നത് ഗോളിലേക്കിൽ പുതിയ BGMA അനലിസ്റ്റും ജോയിൻ ചെയ്തിരിക്കുകയാണ്. നൂബ് എന്ന് പറഞ്ഞ പുതിയൊരു അനലിസ്റ്റ് ആണ് ഗോളിലേക്കിന് വേണ്ടിയിട്ട് ജോയിൻ ചെയ്തിട്ടുള്ളത്. ഇനി ഗോളിലേക്കിന്റെ പെർഫോമൻസ് എത്രത്തോളം അടിപൊളിയായിരിക്കും നമുക്ക് വരുന്ന ദിവസങ്ങൾ അറിയാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അതിന്റെ അടുത്തൊരു ഇൻഫോ എന്ന് പറയുന്നത് ഇന്നലെ മുംബൈയിൽ വെച്ചിട്ട് റവനന്റ് എക്സ്പാർക്കിന്റെ ഒരു വലിയൊരു മീറ്റപ്പ് നടന്നിട്ടുണ്ടായിരുന്നു. അവിടെ നമ്മളുടെ BGMA ഒഫീഷ്യൽ ഇവന്റിന്റെ ട്രോഫിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ടീം എക്സ്പാർക്കിലെ ആ ഒരു പ്ലേയേഴ്സും കാര്യങ്ങളും, അതുപോലെ റവനന്റ് എക്സ്പാർക്കിലെ മാനേജ്മെന്റ് ടീമുകളും മൊത്തത്തിലുണ്ടായിരുന്നു. അവിടെ നമുക്ക് വലിയൊരു അനൗൺസ്മെന്റും കാണാനായിട്ട് സാധിച്ചിരിക്കുകയാണ്. നമ്മളെ ഗാത്തക്ക് റവനന്റ് എക്സ്പാർക്കിലേക്ക് ജോയിൻ ചെയ്തിരിക്കുകയാണ്. അവരുടെ ഡയറക്ടർ ഓഫ് ഇ സ്പോർട്സ് ആൻഡ് കമ്മ്യൂണിറ്റി ഹെഡ് ആയിട്ടാണ് റവനന്റ് എക്സ്പാർക്കിലേക്ക് ഗാത്തക്ക് ജോയിൻ ചെയ്തിട്ടുള്ള വലിയൊരു മുന്നേറ്റമാണ് നമുക്ക് ഈ റവനന്റ് എക്സ്പാർക്കിന്റെ ഭാഗത്ത് നിന്ന് കാണാനായിട്ട് സാധിച്ചത്. ആൻഡ് എക്സ്പെഷ്യലി റൈവൽസ്, പണ്ട് റൈവൽസ് ആയി നിന്ന സ്കൗട്ടും ഗാത്തക്കും ഇനി ഒരുമിച്ച് വർക്ക് ചെയ്യാൻ പോവാണ് ഒരു ടീമിൽ. എന്തായാലും ഇനി SA12 ഗോളിലേക്കിനും പുതിയൊരു എതിരാളി കൂടി വന്നിരിക്കുകയാണ്. പൊതുവെ നമുക്ക് SA12 ഗോഡൽ റൈവറിലെയാണ് ഇൻ ഗെയിമിലാണെങ്കിലും പുറത്ത് കണ്ടന്റ് ബേസിലാണെങ്കിലും ലൈവ് സ്ട്രീമിലാണെങ്കിലും കാണാനായിട്ട് സാധിക്കാതെ. ഇനിയിപ്പോൾ അവർക്കൊരു എതിരാളിയായിട്ട് ഗാത്തക്കും സ്കൗട്ടും അപ്പുറത്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ റവനന്റ് എക്സ്പാർക്കും കൂടിയും ഈ ഒരു ഗോളിലേക്ക് SA12 ഡ്രൈവറിലേക്ക് വരാൻ പോവാണ്. അപ്പൊ ഇനി ഈ ഒരു 3 ഓർഗുകളായിരിക്കും പൊതുവെ ഇന്ത്യൻ ഗെയിമിംഗ് കമ്മ്യൂണിറ്റിയിലെ റൈവൽസ് ആയിട്ട് നിൽക്കാൻ പോകുന്നതും അതിന് അങ്ങോട്ടും ഇങ്ങോട്ടും കച്ചറയും കോൺട്രവേഴ്സി ഒക്കെ വരാനിരിക്കുന്നതും നമ്മളെ ഗാത്തക്കൊക്കെ ലൈവിൽ വന്ന ഒരുപാട് കോൺട്രവേഴ്സിക്ക് തുടക്കം കുറിക്കുന്നതായിരിക്കും. എന്തായാലും നമുക്ക് അതൊക്കെ കണ്ടു തന്നെ അറിയാം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക, നിങ്ങൾ അപ്പോൾ കമന്റ് രേഖപ്പെടുത്തുക. 10 ദിവസം വരെ ബൈ ഗൈസ്.